അതുൽ പിള്ള ഡിഫൻസ് PR നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ അതുൽ പിള്ള, കാര്യങ്ങൾ താങ്കൾ അറിഞ്ഞു കാണുമല്ലോ. പ്രധാനപ്പെട്ട ഒരു ഹൈ അലർട്ടാണ് ഇപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. എന്താണ് മനസ്സിലാക്കേണ്ടത്? ഈ രാസവസ്തുക്കൾ, ഈ പറഞ്ഞ ഫ്യൂവൽ ഓയിൽ, ഈ സൾഫർ ഫ്യൂവൽ ഓയിൽ, ഇതൊക്കെ പതിച്ചാലുണ്ടാകുന്ന അപകട സാധ്യതയും മുന്നറിയിപ്പും എങ്ങനെയാണ്? ആസ് ഓഫ് നോ പ്രയോറിറ്റി 1 ടോപ്പ് പ്രയോറിറ്റിയിൽ നിൽക്കുന്ന ഈ ഉള്ള ജീവൻ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഞാൻ പറഞ്ഞിട്ടുണ്ട്, 9 പേര് ലൈഫ് റാഫ്റ്റ് യൂസ് ചെയ്തിട്ട് വേറൊരു മർച്ചന്റ് ഷിപ്പ് അവർ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കി 15 പേരെ രക്ഷപ്പെടുത്താനുള്ള പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുക. ഈ ഓപ്പറേഷനിൽ കോസ്റ്റ് ഗാർഡിന്റെ 2 ഷിപ്പും ഇന്ത്യൻ നേവിയുടെ 1 ഷിപ്പും പിന്നെ കോസ്റ്റ് ഗാർഡിന്റെ ഡോണിയറും ഏരിയയിൽ ഈ ഷിപ്പുകൾ ഏരിയയിൽ എത്തിയിട്ടുണ്ട്. ഡോണിയർ സർവൈലൻസ് ചെയ്തുകൊണ്ടിരിക്കുക. പ്ലസ് ഡോണിയർ ഫ്ലൈറ്റിൽ നിന്ന് തന്നെ ലൈഫ് റാഫ്റ്റ് വിട്ട് കൊടുത്തിട്ടുണ്ട്, സോ ദാറ്റ് ഈ ക്രൂവിനെ രക്ഷപ്പെടുത്താം. ബിക്കോസ് ഇരുട്ടാവുന്നതിന് മുമ്പേ ക്രൂവിനെ രക്ഷപ്പെടുത്തുന്ന മെയിൻ ഇത്. അപ്പൊ ആ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുക. ശ്രീ അതുൽ പിള്ള, ഇപ്പോൾ പറയുന്നത് നമ്മൾ ഈ സൾഫർ ഫ്യൂവൽ ഓയിൽ ആണെങ്കിൽ അതുണ്ടാക്കാവുന്ന ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ട്, എൻവയോൺമെന്റൽ പ്രോബ്ലംസ് ഉണ്ട്. അതിനേക്കാൾ ഉപരി ഇത് നമുക്ക് അല്ലെങ്കിൽ നമ്മൾ ഇതിനെ സ്പർശിച്ചാലൊക്കെ ഉണ്ടാകുന്ന അപകടകരമായ കാര്യങ്ങൾ, അത് മറ്റേതെങ്കിലും തരത്തിൽ ഇത് മാത്രമാണോ? ആ കണ്ടെയ്നറിൽ നിന്നും അങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി വ്യക്തമായ സ്ഥിരീകരണങ്ങൾ വരണം. നമുക്കിപ്പോൾ ലഭ്യമാകുന്ന പ്രാഥമിക കാര്യങ്ങളാണ്. അത് വെച്ച് എത്രത്തോളം അലർട്ട് ഈ തീരദേശവാസികൾ, അവിടെ താമസിക്കുന്ന ആളുകളൊക്കെ സ്വീകരിക്കേണ്ടതുണ്ട്? കുറച്ച് കണ്ടെയ്നേഴ്സ് വീണിട്ടുണ്ട് വെള്ളത്തിനകത്ത്, കുറച്ച് കണ്ടെയ്നേഴ്സ് വീണിട്ടുള്ളൂ. അപ്പൊ അതില് ചില കണ്ടെയ്നേഴ്സിനകത്ത് ഡേഞ്ചേഴ്സ് ഗുഡ് ഉണ്ട്. അതിൽ വെള്ളത്തിൽ വീണാണോ അതേ കണ്ടെയ്നേഴ്സ് അവിടെ ഷിപ്പിലുള്ള കണ്ടെയ്നേഴ്സ് ആണ് ആസ് ഓഫ് നോ ഇപ്പം അതല്ല ഇപ്പം പ്രയോറിറ്റിയിൽ നടക്കുന്നത്. പ്രയോറിറ്റി ലൈഫ് സേവ് ചെയ്യുവാനാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ടായിരിക്കും നെക്സ്റ്റ് അതും പാരലലി അതിന്റെ പ്രൊസീജിയർ സ്റ്റാർട്ട് ആവും. തീർച്ചയായും. അപ്പോൾ ഈ വടക്കൻ കേരളത്തിലുള്ള ആളുകളൊക്കെ നേരത്തെ ശേഖർ കുര്യാക്കോസ് പറഞ്ഞതുപോലെ ആ മേഖലയിലുള്ള ആളുകൾ കൂടുതൽ അലർട്ട് പാലിക്കുക. യെസ്, തീർച്ചയായും. അതുൽ പിള്ള അദ്ദേഹത്തിന് പ്രാഥമികമായി ലഭ്യമായിട്ടുള്ള വിവരങ്ങളാണ് നമ്മോട് പങ്കുവെച്ചത്.